കള്ളാടി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരോട് സർക്കാരിന്റെ ക്രൂരത. ക്യാമ്പിൽ കഴിയുന്നവർക്ക് താൽക്കാലിക ധനസഹായം ഇതുവരെ നൽകിയില്ല. ജോഷില ചേരുകയാണ്. ജോഷില, ക്യാമ്പിലെ ദുരിതാവസ്ഥ ഇന്നലെ അവിടുത്തെ അന്തേവാസികൾ നമ്മളോട് പറഞ്ഞതാണ്. ഇപ്പോൾ ധനസഹായവുമില്ല. വിശദാംശങ്ങൾ. ഷമി, കഴിഞ്ഞ 4 ദിവസമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന 121 ആളുകളുണ്ട്. പോളിടെക്നിക്കിലാണ് ഇവരുടെ ദുരിതാശ്വാസ ക്യാമ്പ് ഉള്ളത്. ഇവിടേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ഇതുവരെ സർക്കാരിന് ഇവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഒന്നും തന്നെ നിറവേറ്റാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. 3 ദിവസമായി കുളിച്ചിട്ട് എന്നാണ് അവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകൾ ഞങ്ങളോട് വിശദീകരിച്ചത്. അതുപോലെ തന്നെ അന്ന് ഉടുത്തു വന്ന ഡ്രസ്സ് അല്ലെങ്കിൽ വസ്ത്രം അത് മാറാൻ പോലുമുള്ള സൗകര്യം ചെയ്തില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ ഞങ്ങളോട് ഉന്നയിച്ച പരാതി. സോപ്പ്, അതുപോലെ തന്നെ പേസ്റ്റ്, ബ്രഷ് ഇതൊന്നും തന്നെ നൽകിയില്ല എന്നുള്ളതായിരുന്നു. ഇത് പുറത്തുവിട്ട ഉടനെ തന്നെ അത് നീക്കാനുള്ള ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് 4ാമത്തെ ദിവസം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവർക്ക് അടിയന്തര ധനസഹായമായ 10,000 രൂപ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ എപ്പോഴാണോ ക്യാമ്പിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്, ഇത്തരം ദുരന്ത ബാധിത സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമ്പോൾ അവരുടെ അടിയന്തര ആവശ്യങ്ങൾ നിർവഹിക്കാനാണ് ഇവർക്ക് അടിയന്തര ധനസഹായം നൽകുന്നത്. CMDRF ഫണ്ടിൽ നിന്നും അതുപോലെ തന്നെ SDRF ഫണ്ടിൽ നിന്നും ആണ് ഈ ധനസഹായം നൽകുന്നത്. ഈ ധനസഹായം എന്ന് പറയുന്നത് SDRF ഫണ്ടിൽ നിന്ന് 5,000 രൂപയും അതുപോലെ തന്നെ CMDRF ഫണ്ടിൽ നിന്ന് 5,000 രൂപയും വെച്ച് 10,000 രൂപയാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് അടിയന്തര ധനസഹായമായി നൽകേണ്ടത്. എന്നാൽ 4 ദിവസം പിന്നിടുകയാണ്. ഇവർക്ക് ആർക്കും തന്നെ ഇത്തരമൊരു ധനസഹായം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. സ്വന്തമായ രീതിയിൽ കയ്യിൽ ഒരു പണം വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ തന്നെ നിറവേറ്റാൻ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു ദുരിത മേഖലയിൽ കഴിയേണ്ടി വരുന്ന സമയത്ത് അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിക്കാനായി സർക്കാർ കൊടുത്തുവരുന്ന ധനസഹായമാണ് CMDRFിലും SDRFിലും പെടുത്തി സർക്കാർ കൊടുത്തുവരുന്ന ധനസഹായമാണ് ഈ 10,000 രൂപ. എന്നാൽ ഇതുവരെയായി ഈ 4 ദിവസം പിന്നിട്ടു അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു തീർക്കാനാവാത്ത അവസ്ഥയിലാണ്. ഒന്നുമില്ലാത്ത കഴിയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഈ ഫണ്ട് അടിയന്തര ധനസഹായം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷമി, ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യരെ എത്ര ഉത്തരവാദിത്വത്തോടു കൂടിയും എത്ര കെയറോടു കൂടിയുമാണ് സംസ്ഥാന സർക്കാർ അന്ന് പരിചരിച്ചത്. ഇപ്പോൾ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിലാണ് അവിടുത്തെ അന്തേവാസികൾ. അവർ കുളിക്കാൻ ഉള്ള സൗകര്യം പോലും അവർക്കില്ല, മാറി കൊടുക്കാൻ ഒരു വസ്ത്രമില്ല. ആ അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരാണ്. അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ അത്യാവശ്യം ചെലവുകൾക്കായി നൽകേണ്ട തുക പോലും ഇതുവരെ കൈമാറാൻ സർക്കാരിന് കഴിയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം സർക്കാരോ അവിടെ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖോ മറ്റ് ആരെങ്കിലുമോ നൽകുന്നുണ്ടോ ജോഷില? ഇതുവരെയായി അത്തരമൊരു വിശദീകരണമോ ഒന്നും നൽകിയിട്ടില്ല. മാത്രമല്ല, മാധ്യമപ്രവർത്തകർക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് വന്ന് പോകുന്നതിനൊപ്പം തന്നെ പുറത്തിറങ്ങിയ ആളുകളാണ് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിമാർ വന്നപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല. കാരണം മന്ത്രിമാർ കാണുന്നതും ഒക്കെയുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടി ബോധപൂർവം ചെയ്തതാണത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തുന്ന സമയത്ത് മാധ്യമങ്ങളെയൊന്നും അകത്തേക്ക് കടത്തേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം മന്ത്രി പറഞ്ഞതായാണ് അവിടെയുള്ള ആളുകൾ ഞങ്ങളോട്, ക്യാമ്പ് നടത്തുന്ന ആളുകൾ ഞങ്ങളോട് പങ്കുവെച്ചത്. അതേസമയം തന്നെ അവരെയൊക്കെ തന്നെ വകഞ്ഞു മാറ്റി പുറത്തേക്ക് വന്ന ക്യാമ്പിലുള്ള ദുരന്ത ബാധിതരായ ആളുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. 3 ദിവസമായി വസ്ത്രം ഒന്നും തന്നെ മാറാൻ കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് തന്നില്ലെങ്കിലും സാരമില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ അനുവദിച്ചാൽ മതിയായിരുന്നു, ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങളുടെ വസ്ത്രം എടുത്തുകൊണ്ട് വരാം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ 3 ദിവസമായി
കുളിക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ ഞങ്ങളോട് പ്രതികരിച്ചത്. ഞങ്ങൾ അവിടെ എത്തിയത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ രീതിയിൽ പ്രതികരിക്കാനും അതുപോലെ തന്നെ ക്യാമ്പ് നടത്തിപ്പുകാർ ഇടപെടാനുമുള്ള ഒരു സാഹചര്യം വന്നത്. ഉദ്യോഗസ്ഥരെ വിളിക്കാനും ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് പറയാനും അതുപോലെ തന്നെ സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, സർക്കാരിൻ്റെ കരുതൽ എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പുറത്തേക്ക് വരാൻ, ആ വാർത്ത പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. എന്നാൽ ഇപ്പോഴും ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥ തന്നെയാണ്. എന്നാൽ പോലും ക്യാമ്പുകളിൽ ഇതുവരെ ഈ അടിയന്തര ധനസഹായം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ക്യാമ്പുകളിലുള്ള ആളുകൾ കഴിയുന്നത് എന്നുള്ളത് മാത്രമല്ല, അവർക്കൊരു കരുതൽ ധനമായി നൽകേണ്ട അടിയന്തര ധനസഹായം 4 ദിവസമായി നൽകിയിട്ടില്ല എന്നുള്ള കാര്യവും ഞങ്ങൾ അറിയുന്നത്. അവരിലൂടെ അവർ പുറത്തേക്ക് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ജോഷിലെയാണ് വിശദാംശങ്ങൾ നൽകിയത്.